Hello, dear children. Welcome back to SS class. Today we are going to study a chapter in our SS. We are already discussed the first lesson in this chapter, chapter 9, Up You Go. Then today we will discuss the next topic in this chapter, Crossing the River. Crossing the River. 5th February 1984 5th ഫെബ്രുവരിയിലാണ് ക്രോസിംഗ് ദ റിവർ വരുന്നത്. അവരവരുടെ അനുഭവ എക്സ്പീരിയൻസ് ആണല്ലോ പറയുന്നത്. അപ്പോൾ ക്രോസിംഗ് ദ റിവറിൽ അവർക്ക് എന്ത് എക്സ്പീരിയൻസ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വി ഗോട്ട് വൈറ്റമിൻ സി, അയൺ ടാബ്ലറ്റ്സ് ആൻഡ് ഹോട്ട് ചോക്ലേറ്റ് മിൽക്ക് വിത്ത് അവർ ബ്രേക്ക്ഫാസ്റ്റ്. അവർക്ക് അപ്പോൾ ഞങ്ങൾ എന്നല്ല അവർ പറയാം. ഞങ്ങൾക്ക് വൈറ്റമിൻ സി, അതുപോലെ തന്നെ അയൺ ടാബ്ലറ്റ്സ്, അതുപോലെ ചൂടുള്ള ചോക്ലേറ്റ് പാല് എന്നിവയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടി. ദിസ് വർ ഗിവൺ ഫോർ സ്ട്രെങ്ത് ആൻഡ് ടു കീപ് ആസ് വാം ഇൻ ദി കോൾഡ്. ഞങ്ങൾക്ക് തണുപ്പിൽ നിന്ന് കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ഞങ്ങളെ നല്ല കരുത്തരാക്കി നിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുള്ളത്. എവ്രി മോർണിംഗ് ദർ വുഡ് ബി എ മെഡിക്കൽ ചെക്കപ്പ്. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾക്ക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കും. വി ടൈഡ് അവർ ബാൻഡേജസ് ആൻഡ് കൗണ്ടഡ് ദ ഡേയ്സ് ലെഫ്റ്റ്. ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ തലപ്പാവ് കെട്ടി ബാക്കി ദിവസങ്ങൾ എത്ര ഉണ്ടെന്ന്, കാരണം ഇനിയും എത്ര ദിവസങ്ങളുണ്ടെന്ന് എന്നും കൗണ്ട് ചെയ്യാറുണ്ട്. ആഫ്റ്റർ ആൻ 8 കിലോമീറ്റർ ട്രക്ക് വി റീച്ച്ഡ് എ റിവർ. ഒരു 8 കിലോമീറ്റർ ട്രക്കിങ്ങിന് ശേഷം ഞങ്ങളൊരു നദീതീരത്ത് എത്തി. ദർ വാസ് എ തിക്ക് റോപ്പ് ടൈഡ് അക്രോസ് ദ റിവർ. ആ നദിയുടെ കരയിൽ ഒരു കട്ടിയുള്ള കയറ് ഉണ്ടായിരുന്നു. ഫ്രം വൺ ബാങ്ക് ടു അതർ. ഒരു തീരത്ത് നിന്ന് മറ്റൊരു തീരത്തേക്ക് കുറുകെ കെട്ടിയിട്ട ഒരു കട്ടിയുള്ള കയറ് ഉണ്ടായിരുന്നു. ദ റോപ്പ് വാസ് ടൈറ്റ്ലി ഫിക്സഡ് ദ ടു പെഗ്സ് ഓർ പിറ്റോൺസ് ഓൺ ബോത്ത് ദ സൈഡ്സ്. ആ കയറിൻ്റെ രണ്ട് സൈഡിലും പിറ്റോൺസ് കൊണ്ട് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ച് വെച്ചിരുന്നു. ഐ വാസ് ഫീലിംഗ് നെർവസ്. എനിക്കെന്ത് തോന്നി, ആ നദിയുടെ ഒരു തീരത്ത് നിന്ന് മറ്റൊരു തീരത്തേക്ക് എന്ത് കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചൊരു കയറാണ്. ഇത് കണ്ടപ്പോൾ ഐ വാസ് ഫീലിംഗ് നെർവസ്. എനിക്കാകെ പരിഭ്രാന്തി തോന്നി. ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദി റോപ്പ് കെയിം ഔട്ട്. ആ കയറ് പുറത്തു വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഐ വാസ് ട്രൈയിങ് ടു എസ്റ്റിമേറ്റ് ഹൗ വൈഡ് ദ റിവർ വാസ്. ഈ റിവർ എത്ര വിശാലമാണെന്നും അതുപോലെ തന്നെ അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്നൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഇരുന്നു. കാരണം ആ ഒരു റോപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആകെ നെർവസായി, ഞാനാകെ പരിഭ്രാന്തിയിലായി. എന്നിട്ട് ഈ റോപ്പ് എങ്ങാനും പുറത്ത് വന്നാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ റിവർ എത്രത്തോളം വിശാലമാണ്, വലിയതാണെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അവർ ഇൻസ്ട്രക്ടർ ടൈഡ് എ റോപ്പ് അറൗണ്ട് ഹിസ് വേസ്റ്റ് ആൻഡ് പുട്ട് എ സ്ലിംഗ് ടൈപ്പ് ഓഫ് ഹുക്ക് ഇൻ ഇറ്റ്. ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ അരയിലൊരു കയറ് കെട്ടിയിട്ട് അതിലൊരു ഹുക്ക് ഇട്ടു. ആ കെട്ടിയുള്ള കയറിൽ നദിക്ക് കുറുകെ അയാൾ നല്ലൊരു സ്ലിങ് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഹുക്കാണ്. നമ്മൾ അങ്ങനെ ഹുക്ക് ഉണ്ടല്ലോ, അങ്ങനെ വെക്കുന്ന ഹുക്കാണ്. ആ ഹുക്കൊക്കെ ഇട്ടു. അപ്പോൾ അവരുടെ ഇൻസ്ട്രക്ടർ വന്നിട്ട് ഒരു റോപ്പൊക്കെ അരയിൽ കെട്ടി അതിനൊരു ഹുക്കൊക്കെ ഇട്ട്. ഹി ദെൻ പുട്ട് ദ സ്ലിങ് ഓൺ ദി തിക്ക് റോപ്പ് ടൈഡ് അക്രോസ് ദ റിവർ. ആ മഞ്ഞ് മൂടിയ നല്ല സ്നോ ഉള്ള നല്ല മഞ്ഞ് മൂടിയ വെള്ളമാണ് ഈ റിവറിൽ ഉള്ളത്. അവരുടെ ഇൻസ്ട്രക്ടർ എന്ത് ചെയ്തു, ആ മഞ്ഞ് മൂടിയ വെള്ളത്തിലൂടെ നടന്നിട്ട് അദ്ദേഹം മറുകരയിലേക്ക് എത്തി. വാക്കിംഗ് ത്രൂ ദ ഐസ് വാട്ടർ ഹി വെന്റ് ദ അതർ സൈഡ്. നല്ല ആ തിക്ക് റോപ്പൊക്കെ കെട്ടിയിട്ട് നല്ല ഐസ് വാട്ടറിലൂടെ പോയിട്ട് അദ്ദേഹം മറുകരയിൽ എത്തി.
നോ വൺ വാസ് റെഡി ടു സ്റ്റെപ്പ് ഇൻ ദ ഫാസ്റ്റ് ഫ്ലോയിങ് റിവർ. അത് എന്താ പറയുക, നല്ല ഫാസ്റ്റായിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു റിവറാണത്. ആ റിവറിൽ എന്താ കാലെടുത്ത് വെക്കാൻ ആരും തയ്യാറായില്ല. എവ്രി വൺ വാസ് പുഷിങ് ഈച്ച് അതർ ടു ഗോ ഫസ്റ്റ്. എല്ലാവരും എന്ത് ചെയ്യാണ്, ആദ്യം പോകാൻ എല്ലാവരും പരസ്പരം ഇങ്ങനെ പ്രേരിപ്പിച്ചു. കാരണം നമുക്ക് പേടിയുണ്ടാകുമ്പോൾ മറ്റൊരാളെങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. ഐ സ്റ്റുഡ് ലാസ്റ്റ് ഇൻ ദി ലൈൻ ഹോപ്പിംഗ് ദാറ്റ് നോ വൺ വുഡ് സീ മീ. ഞാൻ എന്ത് ചെയ്തു, ആരും കാണില്ല എന്ന പ്രതീക്ഷയിൽ അവസാനം നിന്നു. അവൻ എല്ലാവരും പരസ്പരം ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അപ്പോൾ ആരും കാണൂലല്ലോ എന്നുള്ള ഇതിൽ ഞാൻ ഒന്ന് ബാക്കിലേക്ക് നിന്നു. ജസ്റ്റ് ദെൻ അവർ ഇൻസ്ട്രക്ടർ കെയിം നിയർ മീ വിത്ത് ദ സ്ലിംഗ് ആൻഡ് റോപ്പ് ഇൻ ഹിസ് ഹാൻഡ്സ്. അപ്പോൾ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ ഇൻസ്ട്രക്ടർ കയറുമായി എൻ്റെ അടുത്ത് വന്നു. ഇപ്പോൾ രക്ഷയില്ലെന്ന് എനിക്ക് അറിയാം. അപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ ദർ വാസ് നോ എസ്കേപ്പ് നൗ. എന്താ, എനിക്കൊരു രക്ഷയും ഇല്ല. ഐ വാസ് റെഡി ബട്ട് ഡിഡ് നോട്ട് ഹാവ് ദ കറേജ്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ പോവാൻ തയ്യാറായിരുന്നു, പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. സാർ കുഡ് ഗസ് മൈ ഫിയേഴ്സ്. അവർ എന്താ പറയുക, സാറ് എൻ്റെ ഭയം ഊഹിക്കാൻ, കാരണം നമ്മുടെ ഫേസിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ എൻ്റെ ഭയം സാറിന് ഊഹിക്കാൻ സാധിച്ചു. ഹി കോൾഡ് ഔട്ട് ലൗഡ്ലി. അദ്ദേഹം ഉറക്കെ പറഞ്ഞു. 3 ചിയേഴ്സ് ഫോർ സംഗീത മാഡം. എന്ത് ചെയ്യുക, നല്ല ഉത്സാഹത്തോടെ സംഗീത മാഡത്തിന് ചിയേഴ്സൊക്കെ കൊടുക്കുക. ആൻഡ് ബിഫോർ ഐ നോ ഇറ്റ്. ഞാൻ അറിയുന്നതിന് മുമ്പ് ആരോ എന്ത് ചെയ്തു, ബിഫോർ ഐ നോ ഇറ്റ് സം ഹാഡ് ജെൻ്റലി പുഷ്ഡ് മീ ഇൻ ടു ദ വാട്ടർ. അപ്പം സാറ് എന്ത് പറഞ്ഞു, എൻ്റെ മുഖത്തെ ഭയമൊക്കെ കണ്ടിട്ട് സാറ് സംഗീത മാഡത്തിന് ചിയേഴ്സ് കൊടുത്താണ്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആൻഡ് ബിഫോർ ഐ നോ ഇറ്റ്, ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ, സം ഹാഡ് ജെൻ്റലി പുഷ്ഡ് മീ ഇൻ ടു ദ വാട്ടർ, എന്നെ ആരോ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ഐ ഫെൽറ്റ് ആസ് ഇഫ് മൈ ഫീറ്റ് വെർ ഫ്രോസൺ. എനിക്ക് എൻ്റെ കാലുകളൊക്കെ എന്താ മരവിച്ച പോലെ തോന്നി. ഐ സ്റ്റാർട്ടഡ് ഷിവറിങ്, മൈ ടീത്ത് വെർ ചാറ്ററിങ്. എന്താ, എനിക്ക് വിറക്കാൻ തുടങ്ങി. അതുപോലെ എൻ്റെ പല്ലുകൾ തമ്മിലൊക്കെ നമ്മൾ പറയല്ലോ കൂട്ടിമുട്ടാക്കാൻ, അത്രയും തണുപ്പുള്ള വെള്ളമാകുമ്പോൾ എൻ്റെ പല്ലുകളൊക്കെ തമ്മിൽ കൂട്ടി നിൽക്കാനും, അതുപോലെ എനിക്ക് നന്നായിട്ട് വിറക്കാനും, എൻ്റെ കാലുകൾ മരവിച്ച പോലെയൊക്കെ എനിക്ക് തോന്നി. ഐ കോട്ട് ഹോൾഡ് ഓഫ് ദി റോപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് പുട്ടിങ് മൈ ഫീറ്റ് ഫേംലി ഓൺ ദി റിവർ ബെഡ്. എൻ്റെ കാലുകൾ നദീതീരത്ത് ഉറച്ചു നിന്നു. എന്താ, ഞാൻ അതിലേക്ക് നിൽക്കാൻ തയ്യാറായില്ല, ഞാൻ നദിയുടെ തീരത്ത് തന്നെ ഉറച്ചു നിന്നു. As I walked further in, the river got deeper in and slowly the water reached up to my neck. എന്താണ്, ആ തീരത്ത് തന്നെ ഉറച്ചു നിന്ന്, എന്നിട്ട് ഞാൻ കൂടുതലിങ്ങനെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ നദി കൂടുതലിങ്ങനെ ആ തീരത്ത് നിന്നുകൊണ്ട് പിന്നെ ഇങ്ങനെ കുറേശ്ശെ നദിയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ എന്താ, നദി കൂടുതൽ ആഴത്തിലേക്ക് എത്താൻ തുടങ്ങി. എൻ്റെ കഴുത്തിന് വരെ വെള്ളം എത്തുന്ന രീതിയിൽ നദി കൂടുതൽ ആഴത്തിലേക്ക് എത്താൻ തുടങ്ങി. ഇൻ ദ മിഡിൽ ഓഫ് ദി റിവർ ഐ ലോസ്റ്റ് മൈ ബാലൻസ് ആൻഡ് സ്റ്റാർട്ടഡ് സ്ലിപ്പിങ്. എന്താ, നദിയുടെ മിഡിൽ ഒരു നടുഭാഗത്തൊക്കെ എത്തിയപ്പോൾ എനിക്ക് എൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ട് വഴുതി തുടങ്ങി, സ്ലിപ്പാവാൻ തുടങ്ങി. ഐ വാസ് സോ സ്കേർഡ് ആൻഡ് ഫെൽറ്റ് സോ കോൾഡ് ദാറ്റ് ദ റോപ്പ് സ്ലിപ്പ്ഡ് ഫ്രം മൈ ഹാൻഡ്സ്. ഐ സ്റ്റാർട്ടഡ് ഷൗട്ടിങ് ഫോർ ഹെൽപ്പ്. അങ്ങനെ എൻ്റെ ബാലൻസൊക്കെ നഷ്ടപ്പെട്ട് എനിക്ക് നല്ല തണുപ്പും അതുപോലെ നല്ല ഭയവും അനുഭവപ്പെട്ടിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്തു, കയറ് തെറിച്ചു പോയി. ഞാൻ സഹായത്തിനായിട്ട് കരയാൻ തുടങ്ങി. എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരയാൻ തുടങ്ങി. ഐ വാസ് ഷുവർ ഐ വുഡ് ബി ക്യാരിഡ് അവേ ബൈ ദ റിവർ. എന്നെ നദിക്കരയിലേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ബട്ട് നോ, പക്ഷെ എന്തുണ്ടായി, ആരും വന്നില്ല. ഐ ഫൗണ്ട് ദാറ്റ് ഐ വാസ് ടൈഡ് വിത്ത് ദ റോപ്പ് ഓഫ് ദി സ്ലിങ്.
ആ കയറ് കെട്ട് ഉപയോഗിച്ച് എന്നെ ബന്ധിപ്പിച്ചിരുന്നു. അപ്പോൾ എന്താ അവർ ആ കയറ് നമ്മൾ ഓൾറെഡി ആ ഹുക്കൊക്കെ വെച്ച് കയറ് ബന്ധിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കയറ് കയ്യിൽ നിന്ന് പോയിണെങ്കിലും അവരെന്താ പറയുന്നത് അറിയോ? ഹോൾഡ് ദ റോപ്പ്, കയറ് പിടിക്കൂ. കാരണം ആ ഒരു കയറ് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കയറ് പിടിക്കാനാണ് അവർ പറയുന്നത്. അല്ലാണ്ട് അവർ വന്ന് കരയിലേക്ക് എത്തിക്കുക, ഒരു സഹായം നൽകിയൊന്നും ചെയ്തില്ല. I could hear the shout. I somehow managed to get hold the rope and pull myself forward. എന്ത് ചെയ്തു? അങ്ങനെ കയറ് പിടിക്കുക പറഞ്ഞാൽ ആർപ്പുവിളി എനിക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ കയറിൽ പിടിച്ച് എന്നെ വലിച്ച് എങ്ങനെയെങ്കിലും ആ കയറ് പിടിച്ച് വലിച്ച് നേടാൻ എനിക്ക് കഴിഞ്ഞു. സ്ലോലി വിത്ത് സം കറേജ്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്നിട്ട് ഞാൻ ആ കയറിലൊക്കെ പിടിച്ച് നിന്നു. ഐ റീച്ച്ഡ് ദ റിവർ ബാങ്ക്. അങ്ങനെ എന്ത് ചെയ്തു? ഞാൻ നദിയുടെ തീരത്ത് എത്തി. ഐ ഫെൽറ്റ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആസ് ഐ കം ഔട്ട് ദ റിവർ. അപ്പോൾ എന്താ, ഞാൻ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ നദിയുടെ തീരത്ത് എത്തിയപ്പോൾ നദീതീരത്തെത്തി. ഞാൻ പതുക്കെ എന്ത് ചെയ്തു? ഐ റീച്ച്ഡ് ദ റിവർ ബാങ്ക്. ഐ ഫെൽറ്റ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആസ് ഐ കം ഔട്ട് ഓഫ് ദി വാട്ടർ. ഹാപ്പിനെസ് ഓൺ ഫിനിഷിങ് എ ചലഞ്ചിങ് ടാസ്ക്. അപ്പോൾ ഞാൻ ആ പതുക്കെ നദിയുടെ തീരത്തെത്തി. ആ നദിയുടെ തീരത്തെത്തിയപ്പോൾ ആ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ജോലി, കാരണം അവർ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള റിസ്കി ആയിട്ടുള്ള ഒരു ജോലിയാണല്ലോ ഈ നദി മുറിച്ച് കിടക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വെല്ലുവിളി നിറഞ്ഞൊരു ജോലി പൂർത്തിയാക്കിയതിൽ എനിക്ക് എന്നോട് തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷവും ഒക്കെ ഒരു റെസ്പെക്റ്റൊക്കെ തോന്നി. Happiness on finishing. Now, standing on the bank, I was calling out to the others to hold the rope tightly. അപ്പം ഞാൻ തീരത്തെത്തിയപ്പോൾ മറ്റുള്ളവരോട് ആ കയറ് ടൈറ്റാക്കി കെട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ അവർക്ക് മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഉറക്കെ പറഞ്ഞു കൊടുത്തു. കാരണം ഞാൻ തീരത്തെത്തിയപ്പോൾ എനിക്കെന്ത് ചെയ്തു? എനിക്ക് സ്വയം ധൈര്യം വന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ കയറ് മുറുകെ പിടിക്കാനും കയറ് കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ധൈര്യം പകർന്ന് കൊടുത്തു. I know that this confidence was a result of facing a challenge with courage. ആ ഒരു കോൺഫിഡൻസ്, കാരണം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ധൈര്യം എനിക്കുണ്ടായത് എന്താ? ഈ ഒരു വെല്ലുവിളി ആത്മവിശ്വാസത്തോടെ നേടിയതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ധൈര്യത്തിൽ പറയാൻ എനിക്ക് കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിച്ചു. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്രോസിങ് ദ റിവർ, ആ റിവർ ക്രോസ് ചെയ്യാൻ അവർക്കുണ്ടായിട്ടുള്ള ആർക്കാണ്? നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടറിങ് ഉത്തർകാശിയിലുള്ള അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ ഒരു റിവർ ക്രോസ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് നൽകുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് പറഞ്ഞത്. അവർ അത്രത്തോളം ഭയം നേരിട്ടിരുന്നു. അതുപോലെ തന്നെ അവർക്കൊരു നേരിടാൻ ഭയമുള്ളൊരു കാര്യം അവർ പിന്നീട് നേരിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കാര്യത്തിൽ ഒരു കോൺഫിഡൻസും ഒരു ചലഞ്ചിങ്ങൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞു. Find out and write. Next question. What kinds of tools are needed for climbing mountains? നമ്മൾ മൗണ്ടൻസ് കയറുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യാൻ? അപ്പം അതിൻ്റെ ആൻസർ എന്താ? For climbing mountain, we need a thick rope, sling, stick, axe, etc. ഇപ്പം നമ്മളൊരു മൗണ്ടൻ കയറുമ്പോൾ നമുക്ക് റോപ്പ്, നല്ല കട്ടിയുള്ള റോപ്പ് വേണം, സ്ലിങ് വേണം, സ്റ്റിക്ക്, ആക്സും ഒക്കെ വേണം. ദെൻ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും വേണ്ടേ. ബിസൈഡ് ദിസ് തിങ്സ്, ഫുഡ് പാക്കറ്റ്സ്, വാട്ടർ ബോട്ടിൽ, ഹൂക്ക്, പ്ലാസ്റ്റിക് ഷീറ്റ്, ഡയറി, ടോർച്ച്, ടവൽ, സോപ്പ്, വിൻഡ് ചീറ്റർ, വിസിൽ, ഗ്ലൂക്കോസ്, ചിഗറി, ചന, സ്നാക്സ് എക്സെട്ര ആർ ആൾസോ റിക്വയർഡ്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അല്ല ക്ലൈംബിങ് മൗണ്ടനിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ്, ഹാവ് യു എവർ സീൻ എ ഹുക്ക് ആൻഡ് റോപ്പ് ബീങ് യൂസ്ഡ് ഫോർ എനിത്തിങ് എൽസ് വേർ? എന്തിനു വേണ്ടിയിട്ട് ഒരു കൊളുത്തും കയറും ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? അപ്പോൾ എന്താ പറയുക, കണ്ടിട്ടുണ്ട് അല്ലേ? യെസ്, ദർ ആർ യൂസ്ഫുൾ ടു പുൾ വാട്ടർ ബക്കറ്റ്സ് ഫ്രം
a well or to pull heavy goods upward, etc. Besides, I have also watched on TV marooned people being pulled up by the helicopters during റെസ്ക്യൂ ഓപ്പറേഷൻസ്. അപ്പോൾ എന്താ, നമ്മൾ ഈ കയർ ഹുക്കൊക്കെ ഉപയോഗിച്ച് നമ്മൾ വെല്ലുന്ന വെള്ളം കോരുന്നതും അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര വെയിറ്റുള്ള സാധനങ്ങൾ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ മൂവീസിലൊക്കെ എന്താ, ഈ ഹെലികോപ്റ്ററൊക്കെ റെസ്ക്യൂ ഓപ്പറേഷൻസിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയാം. ദ നെക്സ്റ്റ്, വാട്ട് എൽസ് ക്യാൻ വി യൂസ് ഇഫ് വി വാണ്ട് ടു ക്രോസ് എ റിവർ ഇൻ ദി മൗണ്ടെയിൻ. ഒരു റിവർ അല്ലെങ്കിൽ ഒരു മൗണ്ടനിൽ ഒരു റിവർ മുറിച്ച് കടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റെന്തൊക്കെ ഉപയോഗിക്കാൻ കഴിയും ആ റിവർ മുറിച്ച് കടക്കാൻ? അപ്പം എന്താ ആൻസർ? ടു ക്രോസ് എ റിവർ ഇൻ ദി മൗണ്ടെയിൻ വി നീഡ് എ തിക്ക് റോപ്പ്, സ്ലിംഗ് ആൻഡ് പിറ്റോൺസ് അല്ലേ. ആ സ്റ്റോറിയിൽ അവർ യൂസ് ചെയ്ത പോലെ തിക്കായിട്ടുള്ള റോപ്പും സ്ലിങ്ങും പിറ്റോൺസൊക്കെയാണ് യൂസ് ചെയ്യുക. ദ നെക്സ്റ്റ്, വാട്ട് ഡു യു നീഡ് എക്സ്ട്രാ എനർജി ഓൺ ദി മൗണ്ടെയിൻ. എന്തുകൊണ്ടാണ് നമുക്ക് മൗണ്ടെയിൻ കയറുമ്പോൾ ഒരുപാട് എനർജി ആവശ്യമായിട്ട് വരുന്നത്? ദിസ് ഈസ് ബിക്കോസ് വി ഹാവ് ടു റൈസ് അപ്പ് അഗെയിൻസ്റ്റ് ദ gravitational force. Further, it is tough to walk over the rocky surface of mountains in comparison of the flat surface on plains. നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ഗ്രാവിറ്റേഷനിലെ അതിൻ്റെ ഭൂഗുരുത്വ ബലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ്, ഹാവ് യു എവർ ഹിയർഡ് ഓഫ് എനി വൺ ഹൂ ഹാസ് ഡൺ സംതിങ് അഡ്വഞ്ചേഴ്സ്? വാട്ട്, ഏതെങ്കിലും അഡ്വഞ്ചർ ചെയ്ത് ആരെങ്കിലും കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് കേട്ടത്? യെസ്, വൺ ഓഫ് മൈ ഫ്രണ്ട് വെൻ ഫോർ ട്രെക്കിംഗ് ലാസ്റ്റ് സമ്മർ. എൻ്റെ ഫ്രണ്ടൊക്കെ സമ്മറിന് ട്രെക്കിങ് പോയതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ഇറ്റ് വാസ് റിയലി അഡ്വഞ്ചർ. നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് എൻ്റെ ഫ്രണ്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ ഡൺ എനിത്തിങ് അഡ്വഞ്ചേഴ്സ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അഡ്വഞ്ചർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇഫ് യെസ്, ടെൽ യുവർ ക്ലാസ്. ഉണ്ടെങ്കിൽ യെസ് ഓർ നോ. ഉണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ടെൽ യുവർ ക്ലാസ്, റൈറ്റ് അബൌട്ട് ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ, അതിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് നിങ്ങളെ സ്വന്തം വേർഡ്സിൽ എഴുതുക. അപ്പോൾ ദെൻ ആഫ്റ്റർ വാച്ചിങ് ദ ക്ലാസ് റൈറ്റ് ദ ക്വസ്റ്റ്യൻ ആൻസർ ഇൻ യുവർ നോട്ട്ബുക്ക് ആൻഡ് സെൻഡ് മീ. Okay, if you have any doubts, ask me. Okay, bye children. Meet in next class.